ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിലെ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്ദ്രനാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ അടുത്തേക്ക് വീണ്ടും കള്ളം പറഞ്ഞു പോവാണ്. എൻ്റെ പേരിലാണ് ഇപ്പോൾ സേതുമാധവൻ ആകെ ഞാൻ ഫ്രോഡാണ്, ഞാനാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സേതുമാധവൻ പുതിയ കഥ ഉണ്ടാക്കണത് അമ്മേ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും ലക്ഷ്മി അത് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഇന്ദ്രൻ പൊളിഞ്ഞു പോണത് വേണു തന്നെ നേരിട്ട് വരുവാണ്. വേണുവിനെ നേരിട്ട് കാണുമ്പോഴേക്കും പിന്നീട് കള്ളമൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ദ്രന്. ലക്ഷ്മി വേണുവിനോട് ചോദിക്കണ്ട്, വേണുവേട്ട സത്യം പറ, ഇവരിൽ ആരാണ് വേണുവേട്ടനെ വന്ന് കണ്ട് സത്യങ്ങളൊക്കെ തുറന്നു ചോദിച്ചത്? പറ വേണുവേട്ട, ഇന്ദ്രനാണോ സേതുവാണോ വേണുവേട്ടനെ കാണാൻ വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും വേണു സത്യം പറയാൻ പോകുമ്പോഴേക്കും ഇന്ദ്രനെ മനസ്സിലായി ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ തന്റെ ഇത്ര നേരം സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കത്തി പുറകിലാക്കി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തി പതുക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. അത് നല്ല മൂർച്ചയുള്ള ഒരു വലിയ കത്തിയാട്ടോ. അത് വേഗം തന്നെ ലക്ഷ്മിയുടെ കഴുത്തിന് സൈഡിലേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാ കൊത്തി കളയും ഞാൻ ഇവരെ കഴുത്ത് കണ്ടിച്ചു കളയും ഞാൻ എന്നൊക്കെ പറയാണ്. അപ്പൊ സേതു പറയുന്നുണ്ട്, എടാ വിട എൻ്റെ അമ്മേനെ, വിട എൻ്റെ അമ്മേനെ എന്ന് പറയുമ്പോഴേക്കും മാറി നിന്നോ, നിന്റെ അമ്മേനെ കൊന്നിട്ടാണെങ്കിലും എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണോടാ, എല്ലാരും കൂടി ഇപ്പൊ എന്നെ ഒരു കുറ്റക്കാരനും ഒറ്റപ്പെടുത്താനും നോക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേണു പറയണ്ട, അല്ലെങ്കിൽ നീ തന്നെയല്ലേ തെറ്റ് ചെയ്തത്, നാണുണ്ടോടെ നിനക്ക് സേതുമാധവൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കള്ളങ്ങളൊക്കെ പറയാനായിട്ട്. ലക്ഷ്മി നീ കേൾക്കണം, ദേ ഇവനാണ് സേതുമാധവനായിട്ട് വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം, നിങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല എന്ന് ഇന്ദ്രൻ പറയാണ്. ശേഷം കത്തി ലക്ഷ്മിയുടെ കഴുത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോഴും വെച്ചിരിക്കുന്നത്. ഇന്ദ്രൻ സത്യങ്ങളൊക്കെ ലക്ഷ്മി എടുത്ത് തുറന്നു പറയാണ്. അതെ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, നിങ്ങളുടെ മകന്റെ ഈ സേതുമാധവനാണെന്ന് പറഞ്ഞിട്ട് ഞാനാണ് വേഷം മാറി നിങ്ങളുടെ മകളുണ്ടല്ലോ മയൂരി, അവളുടെ വിവാഹം മുടക്കാൻ വേണ്ടി പയ്യന്റെ വീട്ടിൽ പോയി സത്യങ്ങളൊക്കെ പറഞ്ഞത് അത് ഞാൻ തന്നെയാണേ. അത് മാത്രല്ല, നിങ്ങളുടെ ഭർത്താവിനെ കണ്ട് നിങ്ങളുടെ പൂർവ്വ ചരിത്രമെല്ലാം തുറന്നു പറഞ്ഞതും ഞാൻ തന്നെയാണ്. സത്യത്തിൽ നിങ്ങളുടെ മകൻ സേതുവായിട്ട് നിങ്ങളുടെ നാട്ടിൽ പോയി അവതരിച്ചത് അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഈ ഇന്ദ്രനാണ് സേതുമാധവനായിട്ട് നിങ്ങളുടെ നാട്ടിൽ പോയത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ലക്ഷ്മി ദേഷ്യത്തോടു കൂടി തന്നെ ഇന്ദ്രനെ നോക്കുന്നുണ്ട്. ഇന്ദ്രൻ പറഞ്ഞിട്ട്, നിങ്ങൾ എന്തിനാ എന്നിങ്ങനെ നോക്കുന്നത്? എന്തായാലും നിങ്ങൾ മരിക്കാൻ പോവാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും എന്നെ കൊല്ലും, ഇവരെന്നെ കൊന്നോട്ടെ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളും ജീവനോട് ഇരിക്കേണ്ട. ദേ എൻ്റെ അമ്മേനെ തൊട്ടു പോകരുത്. ദേ സേതു, ഒരു അടി എങ്ങാനും മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ അമ്മയുടെ കഴുത്ത് ഞാൻ ഈ കത്തി കയറ്റും, കാണണോ നിനക്ക്? എന്നെ ആരും ജയിലിലിടാൻ പോണൊന്നുമില്ല, കാരണം നിനക്കറിയാലോ ഞാൻ മെന്റലല്ലേ, പിന്നെ എങ്ങനെ ആര് ജയിലിലിടും എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കട്ടോ ഇന്ദ്രൻ. ആ സമയത്ത് നമ്മുടെ പല്ലവിക്ക് ഒരു ബുദ്ധി തോന്നാണ്. പല്ലവി വേഗം തന്നെ അവിടെ പതുക്കെ, ഇന്ദ്രൻ കാണാതെ സൈഡിലാണ് പല്ലവി നിൽക്കുന്നത്. പല്ലവി ഇവിടെ പതുക്കി ഇരുന്നിട്ട് അവിടെ കുറച്ച് മണ്ണുണ്ടായിരുന്നു, ആ മണ്ണ് കയ്യിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഇന്ദ്രനെ എടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഇന്ദ്രൻ പല്ലവിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പല്ലവി ഇന്ദ്രന്റെ മുഖത്തേക്ക് തന്നെ ആ മണ്ണ് വലിച്ചെറിയാട്ടോ. പെട്ടെന്ന് തന്നെ ഇന്ദ്രന്റെ കണ്ണിലേക്ക് ആ മണ്ണ് ഫുള്ളും കേട്ട് പെട്ടെന്ന് ഇന്ദ്രൻ അവിടുന്ന് ആ പിടിവിടാണ്, ലക്ഷ്മിയുടെ കഴുത്തി പിടിച്ച കത്തിയുടെ പിടിവിടാണ്. ആ സമയത്ത് തന്നെ സേതുവും അതുപോലെ തന്നെ വേണുവും കൂടി വേഗം ഓടി ചെന്നിട്ട് ഇന്ദ്രനെ അടിച്ച് ചതച്ച് ഇല്ലാതാക്കുവാട്ടോ. ലക്ഷ്മി അമ്മേനെ മാറ്റി നിർത്തുന്നുണ്ട് ആ ഭാഗത്തുനിന്ന് പല്ലവിയും അതുപോലെ തന്നെ നമ്മുടെ ഋതു ഒക്കെ കൂടിയിട്ട്. ആ സമയത്ത് സേതു ആണെന്നുണ്ടെങ്കിൽ വേണുവും കൂടി ചേർന്നിട്ട് ഇന്ദ്രനോട് പറയുന്നുണ്ട്, എല്ലാ കുടുംബവും നശിപ്പിച്ച് നാറാണക്കടുപ്പിച്ചിട്ട് അവൻ്റെ വീണ്ടും ഒരു നാടകങ്ങളി, അവന് തോറ്റു, അവനില്ലാതായി, എന്നിട്ടും മറ്റുള്ളവർ തോൽപ്പിക്കാൻ വേണ്ടി അവസാനത്തെ അവൻ്റെ ഒരു ഫ്രോഡത്തരം, ഇവിടെ വന്ന് ലക്ഷ്മിനെ വീണ്ടും അവൻ ചാക്കിടാൻ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വേണു ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇന്ദ്രനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ആരും എന്നെ അടിക്കല്ലേ, ഇനി അടിച്ചാൽ ഞാൻ ചത്തുപോകും, ചാവണോടാ, നീയൊക്കെ ചാവണം, എന്തിനാടാ നീയൊക്കെ ജീവിച്ചിരിക്കണത് എന്ന് പറയണം. അപ്പൊ സേതു പറയണ്ട്, ഇനി അടിക്കണ്ടെങ്കിലേ, ഇനി അടിച്ച അവൻ ചത്തുപോകും, ഇവൻ ആരെങ്കിലും കൊന്ന കേസ് ആവില്ലായിരിക്കും, കാരണം ഇവൻ മെന്റലാണല്ലോ, പക്ഷെ ഇവനെ കൊന്ന നമ്മളകത്തു പോകേണ്ടി വരും. എന്തിനാങ്ങളെ നമ്മളകത്തു പോണ, അത് ഇവനെ പോലത്തെ വൃത്തികെട്ട ജന്തുവിനെ കൊന്നിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടാങ്കളെ വിട്ട് കളഞ്ഞേക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും ഇന്ദ്രന്റെ പരിപ്പിളകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സേതുവും അതുപോലെ തന്നെ നമ്മുടെ വേണവും കൂടി ചേർന്നിട്ട് ഇന്ദ്രനെ ഗേറ്റിനെ പുറത്തേക്ക് വെളിയിലേക്ക് ഒരൊറ്റ തള്ളു തള്ളി, പൂച്ചക്കുട്ടിനെയൊക്കെ തള്ളുന്ന പോലെ ഒരൊറ്റ തള്ളു തള്ളിയിട്ട് ഗേറ്റ് അടക്കാണ്. അപ്പോഴും ലക്ഷ്മി സേതുവിനോടൊരു സോറിയൊന്നോ മാപ്പെന്നോ ഒന്നും തന്നെ പറയുന്നില്ല. സേതുവിനെ നോക്കുന്നു പോലും ഇല്ല കേട്ടോ. സേതു വിചാരിച്ച് ഇപ്പോഴെങ്കിലും തൻ്റെ അമ്മ എല്ലാം മനസ്സിലാക്കി തന്നെ വന്ന് കെട്ടിപ്പിടിക്കുമായിരിക്കും, തന്നോട് സംസാരിക്കുമായിരിക്കും എന്നൊക്കെയാണ് സേതു വിചാരിക്കണം. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല കേട്ടോ. സേതു പറയണ്ടെങ്കിൽ ശരി ഞാൻ പോകുവാണ് എന്ന് പറയണം. അപ്പോഴും ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത്
പല്ലവി പറയണ്ട അമ്മേ സേതുവേട്ടൻ എന്ന് പറയുമ്പോൾ ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയാണ് ലക്ഷ്മി. അതിനുശേഷമാണെങ്കിൽ ഇന്ദ്രൻ നേരെ പോണത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ രാജലക്ഷ്മിയും അതുപോലെ തന്നെ വിശ്വനും പാറുവൊക്കെ സന്തോഷത്തോടെ കൂടി ഇരിക്കുന്ന സമയത്താണ് അമ്മേ എന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ആരോ ഇങ്ങനെ പെട്ടെന്ന് വരുവാട്ടെ. അത് ഇന്ദ്രന്റെ സൗണ്ട് ആണല്ലോ, ഇവനിത് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഇന്ദ്രൻ ആകെ അവശനായിട്ട് കുഴഞ്ഞു നടന്ന് വേഗം തന്നെ രാജലക്ഷ്മിയുടെ മുകളിലേക്ക്, അതായത് മേത്തേക്ക് ഇങ്ങനെ വീഴാണ്. രാജലക്ഷ്മി ഇന്ദ്രൻ താങ്ങി പിടിക്കുന്നുണ്ട്. അയ്യോ വിശ്വ, എന്റെ മോൻ ഇത് എന്ത് പറ്റിയടാ? അയ്യോ വിശ്വ, ഇത് എന്ത് പറ്റി? എടാ മോനെ വല്ല അപകടവും പറ്റിയോ? ആക്സിഡന്റ് ആയോ? എടാ വിശ്വ, ആംബുലൻസ് വിളിക്കടാ. അമ്മ ആംബുലൻസ് വിളിക്കാൻ നിൽക്കണ്ട, അമ്മ വണ്ടി കയറ്റി നമുക്ക് കാറിൽ കൊണ്ടുപോകാൻ ചേട്ടനാ എന്ന് പറയണം. എടാ എന്റെ മോനെ എന്ത് പറ്റിയടാ? അയ്യോ എന്റെ മോനെ എന്ന് പറയുമ്പോഴേക്കും ഇന്ദ്രൻ അപ്പൊ തന്നെ അവിടെ കുഴഞ്ഞു വീണു കേട്ടോ. അപ്പോഴേക്കും വിശ്വം പൾസൊക്കെ നോക്കുന്നുണ്ട്, ഇങ്ങനെ ജീവൻ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ചെറിയൊരു ജീവൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അവരപ്പൊ തന്നെ നമ്മുടെ ഇന്ദ്രനെ കൂട്ടിക്കൊണ്ട്, അതായത് ഇന്ദ്രനെ പൊക്കിയെടുത്തോണ്ട് വിശ്വൻ കാറിലേക്ക് കയറ്റിയിട്ട് അപ്പൊ തന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അതേസമയം നമ്മുടെ സേതു ആണെന്നുണ്ടെങ്കിൽ ആ പിന്നിൽ ഗേറ്റിന്റെ പുറത്തേക്ക് കടക്കുന്ന വരാം അമ്മേനെ നോക്കിയാണ് ഗേറ്റിന്റെ പുറകിലേക്ക് നടക്കുന്നത്. കാരണം വെച്ചാൽ തന്റെ അമ്മ ഇപ്പൊ തന്നെ വിളിക്കുമായിരിക്കും, എല്ലാത്തിനോടും മാപ്പ് പറഞ്ഞിട്ട് തന്റെ അമ്മ ചേർത്ത് പിടിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് സേതു നടക്കുന്നുണ്ടെങ്കിലും ലക്ഷ്മി ഒരിക്കൽ പോലും സേതുവിനെ മോനെ എന്നോട് ക്ഷമിക്കണം മോനെ നീ എന്നൊരു വാക്ക് പോലും പറയുന്നില്ല കേട്ടോ. സേതു അങ്ങനെ തന്റെ അനിയത്തിമാരായ ഋതുവിനെയും അതുപോലെ തന്നെ അച്ചുവിനെയും ഹരീനെയും പിന്നെ പല്ലവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിനുശേഷം വേണു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ലക്ഷ്മി വിചാരിക്കും വേണു ഇപ്പൊ തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന്. അങ്ങനെ വേണുവും സ്വീകരിക്കുന്നില്ല, ലക്ഷ്മി ആണെങ്കിൽ സേതുവിനെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ മനസ്സ് വേദനിച്ചിട്ട് അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോവാണ്. പൂർണിമയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നുണ്ട് സേതുവും പല്ലവിയും ഋതുവും അച്ചും ഹരിയും കൂടിയിട്ട്. പൂർണിമ ചോദിക്കുന്നുണ്ട്, എല്ലാം ശരിയായോ മോനെ? ലക്ഷ്മിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലെ? ഓ സമാധാനായി, എന്തായാലും നീ തെറ്റുകാരനല്ലെന്ന് അവൾക്ക് മനസ്സിലായല്ലോ. അവള് നിന്നെ ഇനിയിപ്പോ എല്ലാം ക്ഷമിച്ചോളും മോനെ, ഇനി നിന്നെ പഴയതിനേക്കാളും കൂടുതൽ അവള് സ്നേഹിച്ചോളും എന്നൊക്കെ പറയുമ്പോൾ പല്ലവി സേതുവിന്റെ മുഖത്തേക്ക് നോക്കുവാണ്. സേതു കണ്ണ് നിറഞ്ഞോണ്ട് റൂമിലേക്ക് പോവാണ്. പല്ലവി എടുത്ത് പൂർണിമ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ? എല്ലാം കലങ്ങി തെളിങ്ങിയില്ലേ? പിന്നെ എന്തു പറ്റി? അവന്റെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നു. എന്തു പറ്റി മോൻ എന്ത് പറ്റി? എന്തെങ്കിലും പറഞ്ഞോ ലക്ഷ്മി? അല്ല അവിടെ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോ പല്ലവി പറയണ്ടേ, ഇല്ല അമ്മേ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ലക്ഷ്മി അമ്മക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തു. അതിന് വേണു സാർ തന്നെ വന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെന്താ അവന്റെ മുഖത്തൊരു തെളിച്ചില്ലാത്ത? അത് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ലക്ഷ്മി അമ്മ ഒന്നും തന്നെ സേതുവേട്ടനടുത്ത് മിണ്ടിയില്ല. അതെന്തു പറ്റി? അതെനിക്ക് അറിയില്ലമ്മേ, സേതുവേട്ടനോട് മിണ്ടിയില്ല. സേതുവേട്ടനത് വല്ലാത്ത വിഷമമായി പോയി. അയ്യോ അത് കഷ്ടമായല്ലോ മോളെ. അതെ, എന്ത് ചെയ്യാനാ? സേതുവേട്ടൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ, അപ്പൊ ഒന്ന് ശരിയായിക്കോളും എന്നൊക്കെ പല്ലവിയും പറയാണ്. സേതു റൂമിൽ പോയതിനു ശേഷം പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ലക്ഷ്മിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ്. മോനെ സ്വീകരിക്കണോ അതോ തന്റെ ഭർത്താവ് തന്നെ സ്വീകരിക്കോ, തന്റെ പഴയ കുടുംബം തനിക്ക് ഇനി തിരിച്ചു കിട്ടോ, ഒന്നും അറിയാൻ പറ്റാതെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ലക്ഷ്മി. അതുകൊണ്ടാണ് ലക്ഷ്മി അങ്ങനെയൊക്കെ പെരുമാറി കേട്ടോ. പിന്നെ സേതുക്ക് അത് വേണം താനും, കാരണം തന്റെ അച്ഛൻ മാധവിനെ അതുപോലെയാണല്ലോ സേതു വേദനിപ്പിച്ചത്. അതിന്റെ ഒരു തിരിച്ചടിയാണ് സേതുവിന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, ചെറിയൊരു തിരിച്ചടി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.